അസ്സലാമലൈക്കും. ഇപ്പോൾ ജർമ്മനിയിലുള്ള നമ്മൾ പോളണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 721 കിലോമീറ്റർ കൂടി ഉണ്ട്. നമുക്ക് നാളെ രാവിലെ 7 മണിക്കാണ് ലോഡ് ഇറക്കേണ്ടത്. അപ്പോൾ പോളണ്ടിൽ ചെന്ന് നാളെ രാവിലെ എന്നിട്ട് പാർക്കിങ് കിടന്നിട്ട് നാളെ രാവിലെ ഇൻഷാ അല്ലാ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഓക്കെ, അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നവരോട് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2022 നവംബറിലാണ് ഇവിടേക്ക് വരാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് സ്കിൽ എന്ന് പറയുന്ന ഏജൻസിയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. ഫേസ്ബുക്കിൽ നിന്ന് അവരുടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പോളണ്ടിലേക്ക് ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2022 നവംബറിൽ ഞാൻ അവർക്ക് കൊണ്ടുവന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഒരു യൂറോപ്യൻ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇത്ര ഞാൻ അവർക്ക് സബ്മിറ്റ് ചെയ്തു. അത് അവർ ഏകദേശം ഒരു നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു. വർക്ക് പെർമിറ്റ് വരാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം കൊണ്ട് എനിക്ക് VFSന് അപ്പോയിൻമെൻറ്റ് കിട്ടി. VFSന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് വിസ അടിച്ച് കിട്ടി. അതായത് 2022 നവംബറിൽ പ്രോസസ്സ് തുടങ്ങിയിട്ട് 2023 ഓഗസ്റ്റ് 3-ാം തീയതി എനിക്ക് വിസ കയ്യിൽ കിട്ടി. വിസ കയ്യിൽ കിട്ടി എനിക്ക് യൂറോപ്പിൽ എത്താൻ സാധിച്ചു. അസ്സലാമു അലൈക്കും. പാർട്ട് 2. അതായത് VFSന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് എന്ന് ചോദിച്ചവരോട്, VFSന് നമുക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ അസറ്റ് ഡീറ്റെയിൽസ്, അതൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നമ്മൾ യൂറോപ്യൻ എമൗണ്ടിലും ഇന്ത്യൻ മണിയിലും നമ്മുടെ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ബാലൻസ് ഷീറ്റ്, പിന്നെ നമ്മുടെ കമ്പനിയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് VFSന് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഒറ്റ ടൈമിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്കത് പാസ്സായി കിട്ടി.